ചേട്ടാ എന്തിമേ? ഹാ എന്റെ പൊന്ന് സാമച്ചായ, ചുമ്മാ പായൽ കയറി കിടന്നൊരു 10 സെന്റ് കായലെ നേർത്തി എന്നുള്ളത് നേരാ. അതിന് പിന്നെ കുഴപ്പം കളക്ടർക്കോ? ഹാ ചുമ്മാ കിടന്ന കായൽ കൊതുക് മുട്ടയിട്ട് നശിച്ചു പോകത്തില്ലേ? നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ആ കളക്ടറോട് വിട്ട് പോലെ ചക്കക്കുരു വികസനം കൂടി നട്ടത്തിരിക്കാൻ പറ, ഞാൻ വിളിക്കാം. ജോപ്പാ, അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? അപ്പൊ കായൽ നേർത്തിയതിന്റെ പേരിൽ നാളെ പ്രതിപക്ഷ മെമ്പർമാർ റോഡിൽ വെച്ച് എന്നെ തടയാനാണ് പരിപാടി. എന്താ എഴുതേണ്ടെന്നറിയാലോ? കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ടായിരുന്ന കായൽ നികത്തി യുവ പൊളിറ്റീഷ്യൻ നാടിന് മാതൃകയായി. അതെ, മറ്റേ ആ കൊതുകുമുട്ട ഹൈലൈറ്റ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി സാർ. ജോപ്പാ, പോകുന്ന വഴിക്ക് പുള്ളി നമ്മുടെ ബാറിൽ നിന്ന് കയറ്റി. അത് ഞാനായിട്ട് കായൽ നിർത്താൻ പാടില്ല അത്ര. ഞാൻ വേണ്ടി വന്ന കടലിൽ നിർത്തും. തെണ്ടികള്. എന്നാടി ഷോർട്ട് ഫിലിം ആയിരിക്കും. ആ ഈ നാട് മുഴുവൻ ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് നടക്കുന്ന ചൊറുത്തവളകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. കീടങ്ങള്. പിന്നെ എല്ലാവർക്കും ചേട്ടായിയെ പോലെ കായൽ നികത്തി നടക്കാൻ പറ്റില്ലല്ലോ. എടി കൊച്ച കഴിച്ചേച്ചും പോടി. എനിക്കൊന്നും വേണ്ട, തന്നെ തിന്നാ മതി. കായൽ മതി. എന്റെ കർത്താവേ, ഈ കാണുന്നതിന്റെ ഒരു പങ്ക് അവൾ കൂടി ഉള്ളതാ. ഈ കണക്കിന് പോയ മമ്മി നോക്കിക്കോ, അധികം വൈകാതെ ഇത് മൊത്തം മുച്ചൂട് മുടിക്കാൻ പോകുന്നവരത്തിന് അവളെ കൊണ്ടുവന്ന് കയറ്റും. ഞാൻ എന്ത് ചെയ്യാന്? എന്റെ പൊന്നു പുണ്യാളാ, അതിന് ഏത് തൊറടിയാണോ എന്തോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പ്രണയം നിഷേധിക്കരുത്. ആമിറിന്റെ കൊട്ടാരത്തിനരികിൽ നിന്നും കളഞ്ഞു കിട്ടിയൊരു വജ്രമുത്താണ് നീ. ഭയം കൊണ്ട് നിന്നെ സ്വന്തമാക്കാനോ സ്നേഹം കൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്താനോ എനിക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കോ? ആമീറിന്റെ കൊട്ടാരത്തിന് കളഞ്ഞു കിട്ടിയ വജ്രമുത്ത്. പിന്നെന്ത് ഡ്രാമാറ്റിക് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോരുത്തർക്ക് കിടക്കുന്നുണ്ട് സ്ഥലം. അവിടെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണ്ട. ഇമാരെ ഇറങ്ങിയില്ലേ? ഇറങ്ങണല്ലോ. എന്നെ വിളിച്ചോണ്ട് സാധനം എടുത്ത് ഇതെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കും. കേസറ്റൊന്നുമല്ല, എടാ ഇതെടുത്തിട്ട് കണ്ടാ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെക്കാൻ. മനസ്സിലായോ? അത് ചേട്ടൻ ചെയ്തില്ല, ഇനി ഞാൻ ചെയ്യണോ? അപ്പൊ എല്ലാ പണി ഞാൻ തന്നെ എടുത്തോളാം. കൊള്ളാം, എല്ലാരും പണി പഠിച്ചു തുടങ്ങി. ഇവന് ഇവിടെ പോയി കിടക്കും. ഇവിടെ കിടക്കണം. നീ ഇവിടെ കിടന്ന് ഉറങ്ങണോ? പഠിച്ചോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. എന്തത്? ഇത് ബർത്ത്ഡേ വിഷയം. ആനുവെന്നോ? ആ, അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ അറിയുന്നുണ്ടല്ലേ? ഈ സീനിലെ ഡയലോഗുകൾക്ക് കുറച്ച് ഡ്രാമയില്ല. ഡയലോഗിൽ ഡ്രാമ. എടാ, സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയല്ലേ? നീ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എന്നാ സംഭവിക്കുന്നത്? പന വളയ്ക്കുന്നു, പോത്തിന്റെ പുറത്ത് വരുന്നു, ഡാം പൊളിച്ചു വിടുന്നു. അപ്പൊ ഇതൊന്നും ഡ്രാമയല്ലേ? അതെ. പക്ഷെ ഇത് കുറച്ച് പൈങ്കിളി കൂടുതലല്ലേ? പൈങ്കിളി. നിനക്ക് അവളെ ഇഷ്ടല്ലേ? എടാ, സ്വന്തമായിട്ടൊരു ഡയലോഗ് പറഞ്ഞ് നീ അവളെ വളയ്ക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഡയലോഗ് അത്. ഇതെങ്കിലും പറഞ്ഞു അവളെ വളയ്ക്കാൻ നോക്ക്. അതെ, ഇല്ലെങ്കിൽ സാധനം എടുത്ത് വിൻസെന്റ് കൊടുക്കും. വേണോ? എന്താ ഇവിടുത്തെ വാടക കൊടുക്കാൻ പറഞ്ഞു സാറേ. ദൈവം, ഇവിടെ റെന്റ് കൊടുക്കണോ? അപ്പൊ നിന്റെ സ്വന്തക്കാരന്റെ വീടാന്ന് പറഞ്ഞിട്ട്? ഇല്ല, അത് കുഴപ്പമില്ല, അത് വൈകിട്ട് കൊടുത്താലും മതി. അയ്യോ, അതുകൊണ്ടാ ആ ബംഗാളികൾ ഇതിന്റെ സാധനം എടുത്ത് പൊട്ടിച്ച പിന്നെ അതിന് കാശ് നമ്മളെടുത്ത് കൊടുക്കേണ്ടി വരും. വാ, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. നീ ഡയലോഗ് പഠിച്ച അവളുടെ കൂടെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. പോടാ, നീ പോടാ. അല്ല സാറേ, ഉച്ചക്ക് ഫുഡ് ഉണ്ടാവും. അരിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചു തരാം. വാ.